കറക്റ്റ് ഇവിടെ എത്തിയപ്പം അച്ചുവിൻ്റെ തീവണ്ടി എന്തായാലും പാസ്സായിട്ടുണ്ട്. അച്ഛ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയെങ്കിലും പോവുക കറക്കം എന്നുള്ള വൈകുന്നേരമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ഒരു ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ ഫീലാണ് എന്തായാലും. അവിടെ അങ്ങനെ ഒരു അടിപ്പാത ഉള്ളത് എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തണമെങ്കിൽ ഇല്ല ലോകം മുഴുവൻ ചുറ്റിയിട്ട് വേണം ഇവിടെ എത്താൻ. അങ്ങനെ ഒരെണ്ണം അവിടെ ഇല്ലുകൊണ്ട് തന്നെ എത്താനിടയ്ക്ക് എത്താം. ഇതാണ് പാപ്പിനിശ്ശേരി ബോട്ട് ജെട്ടി. ഞാൻ തന്നെ ഇവിടെ 2 പ്രാവശ്യം കൂടെ വന്നത്. പക്ഷെ അടിപൊളി സ്ഥലമാണ്. എൻ്റെ വീട്ടിനെടുക്കുന്ന ജസ്റ്റ് ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ ദൂരം. ഇവിടെ വൈകുന്നേരം ആവേണ്ട താമസം ഇവിടെ ഫുൾ ആളായിരിക്കും, അത്രക്കും ആളായിരിക്കും. ആകെ 2 ബെഞ്ച് കൊണ്ട് 100 ആളും ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ് മഴ വന്നാൽ ഇവിടുത്തെ അവസ്ഥ. മഴയൊന്നും ഇല്ലാണ്ട് ചെറുതായിട്ടെങ്കിലും സൂര്യനെ കാണാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ ഇവിടെ വേറെ തന്നെ ലുക്കാണ്. ആദ്യമായിട്ട് ഞാനിവിടെ വന്നപ്പം അങ്ങനെ ഒരു ദിവസമായിരുന്നു. മഴയൊന്നും ഇല്ലാണ്ട് നല്ല കാണാൻ തന്നെ എത്ര സമയം ഇരുന്നാലും മടുക്കൂല, അത്രക്കും ഭംഗി. പക്ഷേങ്കിൽ ആ വീഡിയോ എല്ലാം എൻ്റെ അടുത്ത് ഡിലീറ്റ് ആയിപ്പോയി. ഇത്രയും ടൈം ദീച്ചുവിടെ ഗതികേട് കൊണ്ട് നിന്നതാണ് നമ്മളപ്പുറം. പക്ഷേ ഇനി ദീച്ചു നമ്മൾ പോകാമെന്ന് പറഞ്ഞാലും ദീച്ചു വരില്ല. കാരണം ദീച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് മീൻ പിടിക്കൽ. അയാൾ അവിടെ വന്ന് നിന്ന് ഇരയെല്ലാം കുളത്തി സെറ്റാവുന്നതിന് അസിസ്റ്റൻ്റായിട്ട് അയാളുടെ പുറകെ നടക്കലാണ് ഇപ്പം ദീച്ചുവിൻ്റെ പരിപാടി. അത് കാണാൻ വേണ്ടി എൻ്റെ ആച്ചുമുണ്ട്. അയാളോട് ഞാൻ പോയി ചോദിക്കട്ടെ ഇവിടുന്ന് നിങ്ങൾക്ക് മീനെ കിട്ടലുണ്ടോയെന്ന്. അതെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലും ആയിരുന്നു ദീച്ചുവിൻ്റെ പരിപാടി. മീൻ എവിടെയുണ്ടോ അവിടെ ദീച്ചുണ്ട്. ദീച്ചുവിൻ്റെ പാത ഇപ്പം ആച്ചുവും കൂടി പിന്തുടരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിള്ളേർക്കെല്ലാം അല്ലെങ്കിലും മീനെ പിടുത്താൻ ഭയങ്കര വീക്ക്നെസ്സാണ്. ഇട്ടിട്ട് അങ്ങനെ പിടിക്കുന്ന സാച്ചിടുവോ? നീ അവിടെ മാറി കിട്ടും. നീ ഇപ്പുറത്ത് വേറെ സ്ഥലത്ത് നോക്കിയാ കാണുന്നില്ലേ നീയൊപ്പം ഇവിടുത്തെ ഇവിടെ കണ്ട പിന്നെ ഇവിടെ കണ്ട അങ്ങോട്ട് പോയിട്ട് അനങ്ങിയാൽ മീൻ വരൂല, മീൻ ഓടിപ്പോവും. കൂത്തക്കടകൾക്ക് മീൻ വരൂല, പിന്നെ വരൂല.
കുറച്ച് സമയം നമ്മളും മീൻ പിടിക്കലെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങലായിട്ടുണ്ട്. അച്ഛനും കണക്കാന്ന്, മോനും കണക്കാന്ന്. തീവണ്ടി കാണാൻ പോവാ അച്ഛേ എന്ന് പറയേണ്ട താമസം. യെസ്, ഇപ്പം ഞാനും കണക്കായി. എവിടെയെങ്കിലും പോകുമ്പോൾ പുറകെ വിരിഞ്ഞ് കയറില്ലെന്ന്. വൈകുന്നേരം ആയാൽ ഇവിടെ വന്നിരിക്കാനും നടക്കാനും എല്ലാം ആയിട്ട് കുറേ ആൾ ഈ സ്റ്റേഷൻ പരിസരത്തെല്ലാം ഉണ്ടാവും. ഇങ്ങോട്ട് എന്നാലും ഇങ്ങോട്ട് നിൽക്ക്. നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ഇങ്ങനൊരു സ്ലോ മോഷൻ വണ്ടി ഇവിടെ എപ്പോൾ ഉണ്ടാവും. ട്രെയിൻ അല്ലേ? മിനിമം ഒരു 5 മിനിറ്റ് ആ വണ്ടി അങ്ങനെ ഇവിടെ നിന്നു. മെല്ലെ ലൈറ്റ് അടിച്ചിട്ട്, ലൈറ്റ് മാത്രമേ കാണാനുള്ളൂ, വണ്ടി കാണാനില്ല. നമ്മൾ നോക്കി നിന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തേക്ക് ഒരു വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്നു ഇങ്ങനെ വന്ന ട്രെയിന്. ഇതും കൂടി കണ്ടിട്ട് പോവാ. ഒരു സൂപ്പർ ഫാസ്റ്റിൽ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ടെൻഷനായി. സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാ. ഇത് സൂപ്പർ ഫാസ്റ്റ് അല്ല, ഇത് മെല്ലെ പോലും. ഇവിടെ വേണം നിർത്തുവാമോ? ഇല്ല, 7:30 അല്ലേ നിർത്തൂല്ലോ. അല്ല, സൂപ്പർ ഫാസ്റ്റ് ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്, കൃത്യമായി കാണാം. ആ, മഴ പെയ്യുന്ന അടിപൊളിയല്ല. ടാറ്റ കൊടുക്കുന്നുണ്ടോ? പിന്നെ